BJP ജയിക്കുന്ന സമയത്ത് സുജയ BJP ആവും. BJP തോക്കാണെങ്കിലുണ്ടല്ലോ സുജയ കാണത്തില്ല. അപ്പൊ കോൺഗ്രസ് ആവും. ഭയങ്കര പൊസിഷൻ ആട്ടോ. 12-31 BJP 31 ആം ആദ്മി പാർട്ടി 12 കോൺഗ്രസ് 1. ആപ്പ് 12 BJP 31 കോൺഗ്രസ് 1. ആപ്പ് 12 BJP 31 കോൺഗ്രസ് 1. ഇതിൽ നോക്കൂ, ആദ്യഘട്ടത്തിലെ സൂചനകൾ. ഉണ്ണി ബാലകൃഷ്ണൻ ഒരു സീറ്റിൽ കോൺഗ്രസ് പോസ്റ്റൽ ബാലറ്റിൽ ലീഡ് ചെയ്തു. അവർക്ക് കേന്ദ്രത്തിൽ അധികാരമില്ല, ഡൽഹിയിൽ നിന്നൊരു MP ഇല്ല, ഡൽഹി നിയമസഭയിൽ സാന്നിധ്യമില്ല, മുനിസിപ്പാലിറ്റിയിൽ പോലും സാന്നിധ്യമില്ല. 33 ആം ആദ്മി 13 കോൺഗ്രസ് 1. മാജിക് നമ്പറായ 36-ന് 3 സീറ്റുകൾ മാത്രം അകലെയാണ് BJP പോസ്റ്റൽ ബാലറ്റിൽ. EVM തുടങ്ങി. EVM ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. പോസ്റ്റൽ ബാലറ്റ് വരുമ്പോഴും ഇഞ്ചോടിഞ്ചാണ് കേട്ടോ. ഇഞ്ചോടിഞ്ചല്ല. അതല്ല 32 ആം ആദ്മി പാർട്ടി, BJP 31. അതെ അതെ. അങ്ങ് വേറെ എവിടെയോ ആയിരുന്നു. അല്ല അല്ല അല്ല, ഇത് 2020-ലെ കണക്കാണോ പറയുന്നത്? ഇത് കണ്ടോ, ഇത് പല കണക്കുകൾ വരുന്നുണ്ട്. പല കണക്കുകൾ വരുന്നുണ്ട്. ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഡൽഹിയിലും ആവർത്തിക്കുക എന്നുള്ളതാണ്. മഹാരാഷ്ട്രയിൽ നമ്മൾ പറഞ്ഞിട്ടില്ല. 33 ആപ്പ് 13 BJP 33 ഇരട്ടിയിലധികം ലീഡാണ്. പക്ഷേ പോസ്റ്റൽ ബാലറ്റിൽ ആം ആദ്മി പാർട്ടി 16, ആപ്പ് 16, BJP 33. അതായത് പോസ്റ്റൽ വോട്ടല്ല. അതെ, പോസ്റ്റൽ ബാലറ്റിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എണ്ണി തുടങ്ങി. EVM എണ്ണി തുടങ്ങുമ്പോൾ ആപ്പിന്റെ നമ്പർ കൂടുന്നു. കോൺഗ്രസ് ആപ്പിന് ആപ്പായോ BJPക്ക് താങ്ങായോ എന്ന ചോദ്യമുണ്ട്. 15-ലേക്ക് വരുന്നു. 16-ൽ നിന്ന് 15-ലേക്ക് താഴേക്ക്, ഒരു സീറ്റ് താഴേക്ക്. ആപ്പ് 15 അതിശക്തമായ മത്സരമാണ് നടക്കുന്നത്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലേക്ക് വരുമ്പോൾ നേരത്തെ തന്നെ പോസ്റ്റൽ വോട്ടിലും ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിശക്തമായ ഫൈറ്റ് തന്നെയാണ് നടക്കുന്നത്. ഒരു ഈസി വിക്ടറി ഒന്നും ആർക്കും ഉണ്ടാകാൻ പോകുന്നില്ല. അത് ആം ആദ്മി പാർട്ടിക്കാണെങ്കിലും BJPക്കാണെങ്കിലും. ഇതിൽ ഏറ്റവും നിർണായകമായത് ഒരു പോസ്റ്റൽ ബാലറ്റിലെങ്കിലും കോൺഗ്രസിന് മുന്നേറാൻ സാധിച്ചു എന്നുള്ളത് സൂചനയാണ്. മാത്രമല്ല ഒരു സീറ്റോ 2 സീറ്റോ കിട്ടാം കോൺഗ്രസിലും കൽക്കാജിയിലും ഒപ്പം ജംഗ്പുരയിലും ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികൾ പിന്നിലാണ്. ആരൊക്കെയാണ് പിന്നിലായിരിക്കുന്നത്? അരവിന്ദ് കെജ്രിവാൾ, അതിഷി, മനീഷ് സിസോദിയ. അതെ, ഇവർ പിന്നിലാണ് എന്നുള്ളതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നോക്കൂ, ഈ ഡിജിറ്റൽ ഒരു ക്ലോസ് കോൺടെസ്റ്റ് ഞാൻ കാണുന്നതേയില്ല. ആം ആദ്മി പാർട്ടി 15 ഇടങ്ങളിൽ, BJP ഇരട്ടിയിലധികം സീറ്റുകളിലാണ് ലീഡ് ചെയ്യുന്നത്. 34 കേവല ഭൂരിപക്ഷമായ മാജിക് നമ്പർ 36-ന് തൊട്ടടുത്തേക്ക് പോസ്റ്റൽ ബാലറ്റും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ലേക്ക് വരുന്നു. BJP 34, കോൺഗ്രസ് 2. കോൺഗ്രസ് സ്പോയിലർ ആവുന്നു എന്നുള്ളതിന്റെ സൂചനകൾ തന്നെയാണ് വരുന്നത്. അങ്ങനെയല്ലേ, അവരുടെ വോട്ട് കൂട്ടിയാൽ ആപ്പിന്റെ ആപ്പാണ്, യാതൊരു സംശയമില്ല. ആപ്പിന്റെ ആപ്പ് 18 BJP 33. പോസ്റ്റൽ വോട്ടുകൾ കഴിഞ്ഞു. ഇപ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വോട്ടെണ്ണി തുടങ്ങുമ്പോൾ മുഖ്യമന്ത്രി അതിഷി കൽക്കാജിയിൽ പിന്നിലാണ്. അരവിന്ദ് കെജ്രിവാൾ ന്യൂഡൽഹിയിൽ പിന്നിലാണ്. രണ്ട് കാര്യങ്ങളിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു തന്നെ നിൽക്കുന്നു. അവിടെ അതിഷി പിന്നിലാണെങ്കിൽ തീർച്ചയായിട്ടും അൽക്കാലാംബ അവിടെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. രമേശ് ബിദൂരി മുന്നിൽ വരാനുള്ള കാരണം അൽക്കാലാംബ പിടിച്ച വോട്ടാണ്. അതേപോലെ ന്യൂഡൽഹിയിൽ സന്ദീപ് ദീക്ഷിത് പിടിച്ച വോട്ടാണ്. നിലവിൽ പർവേഷ് സിംഗ് വരാനുള്ള